ടോപ്പ് 2 ഫിനിഷ് എന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ മത്സരം രണ്ട് ടീമുകൾക്കും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. പ്ലേ ഓഫിലേക്ക് നാലാമത്തെ ടീമായിട്ട് മുംബൈ ഇന്ത്യൻസ് ക്വാളിഫൈ ചെയ്യുമ്പോൾ അവർ ആ ഒരു ടോപ്പ് 2 സ്പോട്ടിൽ എത്താനുള്ള ചാൻസസ് വളരെ കുറവായിരുന്നു. അതായത് കുറേ റിസൾട്ട്സ് അവർക്ക് അനുകൂലമായിട്ട് പോയാൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് ആ ഒരു ടോപ്പ് 2 ഫിനിഷ് ചെയ്തിട്ട് ക്വാളിഫയർ 1 കളിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്ത ടീമുകൾ വീണ്ടും തോൽക്കാൻ തുടങ്ങി. GT 2 മത്സരങ്ങൾ തോറ്റു, RCB ഒരു മത്സരത്തിൽ തോറ്റു, പഞ്ചാബ് ഒരു മത്സരത്തിൽ തോറ്റു. അങ്ങനെ തുടർച്ചയായി 4 മത്സരങ്ങളിലാണ് ഈ കാര്യങ്ങൾ മുംബൈക്ക് അനുകൂലമായിട്ട് പോയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ടോപ്പ് 2 സ്പോട്ട് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ആ ഒരു കൈകൾ തന്നെയാണ്. അതായത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് ടോപ്പ് 2 സ്പോട്ടിലെത്താം. ഇനി ഇന്നത്തെ മത്സരം പഞ്ചാബാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് ടോപ്പ് 2 സ്പോട്ടിലെത്താം. അതുകൊണ്ട് തന്നെ ഒരു വിർച്വൽ ക്വാർട്ടർ ഫൈനൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത്. ജയിക്കുന്ന ടീം ക്വാളിഫയർ 1ലേക്കും അതുപോലെ തന്നെ തോൽക്കുന്ന ടീം എലിമിനേറ്ററിലേക്കുമായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഫലം ഏതായാലും അതുപോലെ GT ബാധിക്കുന്ന ഒന്നല്ല. ഇനി നാളെ RCB LSG മത്സരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും RCBയുടെ വിധി എന്ന് പറയുന്നത് RCBയുടെ കൈകളിൽ തന്നെയാണ്. അപ്പോൾ നാളെ RCB ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജയിക്കുന്ന ടീമുമായിട്ട് ക്വാളിഫയർ 1ൽ ഏറ്റുമുട്ടും. ഇനി തോൽക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരിക്കും ഇന്ന് ജയിക്കുന്ന ടീമുമായിട്ട് ക്വാളിഫയർ 1ൽ ഏറ്റുമുട്ടുക.